തിരുവനന്തപുരം മണ്ഡലത്തിൽ കന്നി വിജയം തേടി UDF സ്ഥാനാർത്ഥി CP ജോൺ. മണ്ഡലത്തിൽ ആശയക്കുഴപ്പങ്ങളൊന്നുമില്ല. BJPയും LDFും തനിക്ക് എതിരാളികളല്ലെന്നും UDF വിജയിക്കുമെന്നും CP ജോൺ 24-നോട് പറഞ്ഞു. റിനു ശ്രീധരന്റെ റിപ്പോർട്ടിലേക്ക്. തിരുവനന്തപുരം നിയോജക മണ്ഡലത്തിന്റെ UDF സ്ഥാനാർത്ഥി CP ജോൺ ഇപ്പോൾ 24-നൊപ്പം ചേരുകയാണ്. ജോൺ സാർ, ആദ്യഘട്ടത്തിൽ ഒരു ആശയക്കുഴപ്പമൊക്കെ തിരുവനന്തപുരം മണ്ഡലത്തിലുണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ LDFനും BJPക്കും സ്ഥാനാർത്ഥി നിശ്ചയിക്കാനായിട്ടില്ല. തൊട്ട് കഴിഞ്ഞ വർഷം കുന്നംകുളത്ത് നിന്ന് തുച്ഛമായ വോട്ടിനാണ് പരാജയപ്പെട്ടത്. ഏകദേശം എൻ്റെ അറിവ് ശരിയാണെങ്കിൽ 500-ൽ താഴെ വോട്ടുകൾക്ക് 480 വോട്ടുകൾ. എങ്ങനെ കാണുന്നു ഇപ്പോഴത്തെ വിജയപ്രതീക്ഷ? ഈ മണ്ഡലം ഐക്യജനാധിപത്യ മുന്നണിയെ പൂർണ്ണമായി ഏറ്റെടുത്തിരിക്കുകയാണ്. അതിൻ്റെ ഭാഗമായിട്ട് ഐക്യമുന്നണിയുടെ സ്ഥാനാർത്ഥി എന്നുള്ള നിലയ്ക്ക് എന്നോട് കാണിക്കുന്ന സ്നേഹം വളരെ വലുതാണ്. ഇപ്പോൾ സംസ്ഥാനത്ത് ഏറ്റവും ചർച്ച ചെയ്യപ്പെടുന്ന മണ്ഡലം തിരുവനന്തപുരമാണ്. കാരണം എതിർ സ്ഥാനാർത്ഥികളെ എങ്ങനെ കാണുന്നു എന്ന് സാധാരണ നമ്മൾ കാൻഡിഡേറ്റിനോട് ചോദിക്കും. ഇപ്പോൾ ആ ചോദ്യത്തിന് പ്രസക്തിയില്ല. കാരണം എതിർ സ്ഥാനാർത്ഥിയെ ഇതുവരെയും തീരുമാനിച്ചിട്ടില്ല. എങ്ങനെയാണ് ആ ഒരു ഇടപെടലിനെ കാണുന്നത്? BJPയുടെയും അല്ലെങ്കിൽ NDAയുടെയും LDFിൻ്റെയും ഇടപെടൽ? അല്ല, എതിർ സ്ഥാനാർത്ഥികളൊക്കെ വരാൻ ഇനി സമയമുണ്ടല്ലോ. ഞങ്ങൾ നേരത്തെ വന്നു എന്നേ ഉള്ളൂ. ഈ ആദ്യഘട്ടത്തിൽ ശിവകുമാറിന് കരുതി വെച്ച സീറ്റ് എന്നൊക്കെയാണ് പുറത്തു വന്ന വാർത്തകൾ. പിന്നീട് CP ജോണിലേക്ക് എത്തുന്നു. ആദ്യഘട്ടത്തിൽ ചില അസ്വാരസ്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അത് ഏതെങ്കിലും അസ്വാരസ്യം ഉണ്ടായില്ല. തീർച്ചയായിട്ടും ശിവകുമാർ ഇവിടെ മത്സരിച്ച സ്ഥാനാർത്ഥി എന്നുള്ള നിലയ്ക്ക് അദ്ദേഹത്തിൻ്റെ പേര് ചർച്ച ചെയ്യപ്പെടുന്നത് എന്താ പറയുക, ക്വൈറ്റ് ലോജിക്കൽ. അപ്പോൾ അദ്ദേഹത്തിൻ്റെ പാർട്ടി തീരുമാനമെടുക്കുന്നു. അദ്ദേഹം ഒരു അടിമുട്ടി കോൺഗ്രസ്സുകാരനാണ്. BJPക്ക് ശക്തമായിട്ടുള്ള വേരോട്ടമുള്ള മണ്ണ് ഇപ്പോൾ തിരുവനന്തപുരം നഗരസഭ തന്നെ BJP പിടിച്ചെടുക്കുന്ന ഒരു സാഹചര്യമുണ്ടായി. മുഖ്യ ശത്രു, നമുക്ക് തെരഞ്ഞെടുപ്പിലെ ശത്രു എന്ന് പറയാം, NDA ആയിരിക്കുമോ LDF ആയിരിക്കുമോ? നമുക്കത് ഇപ്പോൾ ക്ലിയർ അല്ല. വോട്ടുകളുടെ കണക്ക് വെച്ച് ഇപ്പോൾ നമുക്ക് പറയാൻ പറ്റില്ല. ഒരു കാര്യമുണ്ട്, BJP അല്ലെങ്കിൽ NDA അവരെ ഒരു 2011 മുതൽ, പ്രത്യേകിച്ച് 2016 മുതൽ കയറിക്കൊണ്ടേയിരിക്കുകയായിരുന്നു. അതൊന്നും ഇപ്പോൾ താഴത്തേക്ക് വരാൻ തുടങ്ങി. ഭരണവിരുദ്ധ വികാരം പ്രതിഫലിക്കും. ഭരണവിരുദ്ധ വികാരമാണ് മുഖ്യമായിട്ടുള്ളത്. തിരുവനന്തപുരം സെൻട്രൽ മണ്ഡലത്തിൽ നിന്ന് ഒരു മന്ത്രിയെ പ്രതീക്ഷിക്കാമോ നമുക്ക്? അതൊന്നും ഇപ്പം നമ്മൾ പറയേണ്ട കാര്യങ്ങൾ. UDF എന്തായാലും അധികാരത്തിൽ എത്ര സീറ്റ് കിട്ടും? ഞാനത് ഇപ്പോൾ ഒരു സ്ഥാനാർത്ഥി എന്നുള്ള എനിക്ക് പറയുന്നത് ശരിയാണ്. എന്തായാലും വൻ ഭൂരിപക്ഷം ഉണ്ടാവും. എന്തായാലും തെരഞ്ഞെടുപ്പിനൊപ്പം ആ ഒരു ചൂടിനൊപ്പം അന്തരീക്ഷത്തിലും ചൂട് കൂടുകയാണ്. എന്തായാലും അഭിനന്ദനങ്ങൾ, ആശംസകൾ. വളരെ നന്ദി. എന്തായാലും വലിയ വിജയപ്രതീക്ഷയാണ് CP ജോൺ ഉള്ളത്. വിജയിച്ച് കയറാനാകും എന്നുള്ളതാണ്. എന്തായാലും കന്നി വിജയത്തിന് വേണ്ടിയിട്ടുള്ള ഒരു പ്രയത്നത്തിലാണ് CP ജോൺ. റിനു ശ്രീധർ, 24, തിരുവനന്തപുരം. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.